Hello everyone. ഇന്ന് നമ്മൾ we are going to do Turing machine as transducers. ഇന്നലെ നമ്മൾ Turing machine എന്താണെന്ന് കണ്ടു. അതേപോലെ തന്നെ നമ്മൾ കണ്ടത് Turing machine as acceptors എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് Turing machine as transducers, robustness of Turing machines, ആൻഡ് മൂന്നാമത്തെ ടോപ്പിക് is Turing machine, universal Turing machine. Okay, so let's start. Turing machine as transducers. Acceptors എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ട്യൂറിംഗ് മെഷീൻ ഒന്നെങ്കിൽ ആ സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിനെ റിജക്റ്റ് ചെയ്യും. ഓക്കെ, എന്നാൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇൻപുട്ട് സ്ട്രിങ്ങിനെ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് സ്ട്രിങ് ആക്കി കൺവേർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഒരു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ്. Okay, so a Turing machine as a transducer is a Turing machine that transforms, changes an input string into an output string. Okay, ഇനി ഈ ഐഡിയ എന്തോ ഇൻപുട്ട് ടേപ്പിൽ ഇൻപുട്ട് സ്ട്രിങ് ഉണ്ടാവും. Turing machine കുറെ ട്രാൻസിഷൻസ് ഉണ്ടാവും. ആ ട്രാൻസിഷൻസിലൂടെ ഇറ്റ് വിൽ മോഡിഫൈ ദ ടേപ്പ് കണ്ടന്റ് based on the rules. So input string-നെ modify ചെയ്ത് ഒരു ഔട്ട്പുട്ട് സ്ട്രിങ് ആക്കി മാറ്റിയാണ്. When the input string is over, the end of the string നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേനും ഔട്ട്പുട്ട് ടേപ്പിൽ ഏത് സ്ട്രിങ് ആണോ ഉള്ളത് ആ സ്ട്രിങ് ആണ് ഔട്ട്പുട്ട്. ടേപ്പിൽ ഏത് സ്ട്രിങ് ആണോ ഉള്ളത് ആ സ്ട്രിങ് ആണ് ഔട്ട്പുട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ കോൾഡ് ട്രാൻസ്ഡ്യൂസർ എന്ന് മാത്രമല്ല ട്യൂറിംഗ് മെഷീൻ, കമ്പ്യൂട്ടിംഗ് ട്യൂറിംഗ് മെഷീൻ അല്ലെങ്കിൽ ഫങ്ഷൻസ് ട്യൂറിംഗ് മെഷീൻ എന്നും ട്രാൻസ്ഡ്യൂസേഴ്സിനെ വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് എൻ എക്സാമ്പിൾ. ട്യൂറിംഗ് മെഷീൻ ദാറ്റ് കോപ്പീസ് എ സ്ട്രിങ്. അപ്പോൾ W എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കിട്ടുന്നതെങ്കിൽ അതിനെ ഔട്ട്പുട്ട് ആകുമ്പം ആ സ്ട്രിങ്ങിനെ തന്നെ ഒന്നുകൂടെ കോപ്പി ചെയ്ത് ആ ടേപ്പിലുണ്ട്. സോ WW ആയിരിക്കും ഔട്ട്പുട്ട്. ഓക്കെ, സോ അതിൻ്റെ ഐഡിയ എന്തുവാ? ഒന്ന്, ഫസ്റ്റ് മാർക്ക് ദ ഫസ്റ്റ് അൺപ്രോസസ്ഡ് സിമ്പിൾ. ഈ ഫസ്റ്റ് അൺപ്രോസസ്ഡ് സിമ്പിളിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ സിമ്പിൾ ഏതാണോ വി കീപ് മൂവിങ് ടു ദ റൈറ്റ് ടിൽ വി റീച്ച് ദ ബ്ലാങ്ക് സ്പേസ് ആൻഡ് ആ ബ്ലാങ്ക് സ്പേസിന്റെ സ്ഥാനത്ത് വി റീപ്ലേസ് ഇറ്റ് വിത്ത് ദിസ് ഫസ്റ്റ് ആൽഫബറ്റ് ഓർ ക്യാരക്ടർ. ഓക്കെ, അടുത്ത സിമ്പിൾ വീണ്ടും വി റൈറ്റ് ദാറ്റ് സിമ്പിൾ ആൻഡ് ദെൻ റിപ്പീറ്റ് അഗെയിൻ. അടുത്ത സിമ്പിൾ എടുക്കുന്നു, അതിനെ മാർക്ക് ചെയ്യുന്നു, എന്നിട്ട് ആ സിമ്പിളിനെ ബ്ലാങ്ക് സ്പേസ് കഴിഞ്ഞിട്ടുള്ള ലൊക്കേഷനിൽ എഴുതി വയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ട് സ്ട്രിങ് എന്തോ ആണോ അതിനെ തന്നെ ഒന്നുകൂടെ ലാസ്റ്റ് എഴുതും. സോ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് ഇൻപുട്ട് സ്ട്രിങ് AB ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്പുട്ട് സ്ട്രിങ് AB ആയിരിക്കും. ഓക്കെ, ആ രീതിയിലാണ് ഈ ട്യൂറിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ട്രാൻസിഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Q0 സ്റ്റാർട്ട് ചെയ്യുന്നു. A റീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ X ആയിട്ട് മാർക്ക് ചെയ്തിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. Q1 സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇനി Q1 സ്റ്റേറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ബ്ലാങ്ക് സ്പേസ് എത്തുന്നിടം വരെ റൈറ്റിലേക്ക് മൂവ് ചെയ്തിട്ട് അത് A കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഓക്കെ, അത് A കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ആ രീതിയിലാണ് ബ്ലാങ്ക് സ്പേസ് ഉള്ള സ്ഥാനത്ത് ഇറ്റ് കീപ്സ് മൂവിങ് റൈറ്റ് ടിൽ വി റീച്ച് ദ ബ്ലാങ്ക് സ്പേസ്. ബ്ലാങ്ക് സ്പേസ് എത്തിക്കഴിയുമ്പോഴത്തേനും ആ ബ്ലാങ്ക് സ്പേസിനെ A വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും റൈറ്റിലേക്ക് മൂവ് ചെയ്യാണ്. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ് വീണ്ടും Q0 ആണ്. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ A തൊട്ട് മൂവ് ഇവിടെ റൈറ്റ് അല്ല ലെഫ്റ്റ് എന്ന് കാണിക്കുക. സോ ദാറ്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് വീണ്ടും അടുത്ത X ആയിട്ട് മാർക്ക് ചെയ്തിട്ടില്ലാത്ത ആൽഫബറ്റ് ഏതാണോ അവിടെ എത്തണം. ഇനി ഈ നമ്മുടെ എക്സാമ്പിളിന്റെ കേസിൽ അത് B ആയിരുന്നു. അപ്പോൾ ഈ സെക്കൻഡ് ട്രാൻസിഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ബീനെ Y വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് Q1 പോകുന്നു. എന്നിട്ട് ബ്ലാങ്ക് സ്പേസ് എത്തുന്നിടം വരെ റൈറ്റിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം B വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് വീണ്ടും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും until there is no more blank space എത്തുന്നിടം വരെ and we go to
ക്യൂ ആക്സെപ്റ്റ് സ്റ്റേറ്റ്. ഇതാണ് നമുക്ക് പ്രോബ്ലമായിട്ട് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ട്രാൻസിഷൻ ടേബിൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് റീപ്ലേസ് ഓൾ എസ് വിത്ത് ബീസ്. ഓക്കെ, റീപ്ലേസ് എസ് വിത്ത് ബീസ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് ഇൻപുട്ട് എ ബി 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 എ ആണെങ്കിൽ എല്ലാ എയും ബിയും കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ 4ഉം ബി ആയിരിക്കും. ഓക്കെ, അതിന്റെ ട്രാൻസിഷൻ ടേബിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്യൂ നോട്ട് സ്റ്റാർട്ട് സ്റ്റേറ്റ് എ ആണ് നമ്മൾ റീഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ബി ആയിട്ട് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ബി തന്നെയാണെങ്കിൽ ബീനെ ഒന്നും ചെയ്യാനില്ല, ചേഞ്ച് ഒന്നും വരുത്താനില്ല, ക്യൂ നോട്ടിൽ തന്നെ. ഇത് ക്യൂ നോട്ടിൽ തന്നെ എല്ലാ എസും ബീസ് ആക്കിയിട്ട് ബ്ലാങ്ക് സ്പേസ് എത്തി കഴിയുമ്പോഴത്തേനും ക്യൂ ആക്സെപ്റ്റിലേക്ക് എത്തുന്നു. ആ രീതിയിലാണ് ഈ ട്യൂറിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് the Turing machine as transducers? ഒന്ന്, ഒരു ഫംഗ്ഷനെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. 2, ഫൈനൽ കണ്ടന്റ് ഔട്ട്പുട്ട് നമുക്ക് എന്താണോ വേണ്ടിയത് അത് ആ ടേപ്പേ തന്നെ ആയിരിക്കും ഉള്ളത് ആഫ്റ്റർ ദി ട്യൂറിംഗ് മെഷീൻ ഹാസ് റീച്ച്ഡ് ആക്സെപ്റ്റ് സ്റ്റേറ്റ്. ഇനി ട്യൂറിംഗ് മെഷീന് മൾട്ടിപ്പിൾ ടേപ്പ് ട്യൂറിംഗ് മെഷീൻസും ഈ കമ്പ്യൂട്ടേഷൻസ് ചെയ്യാനായിട്ട് ഒന്നുകൂടെ ഈസി ആക്കും. ഒരു ടേപ്പ് യൂസ് ചെയ്ത് ചെയ്യുന്നതിലും എളുപ്പമാണ്. നമ്മൾ മൾട്ടി ടേപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേനും കാണും. സോ മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ ഇത് ചെയ്യാനായിട്ട് എളുപ്പമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സിംഗിൾ ടേപ്പ് ട്യൂറിംഗ് മെഷീൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സിംഗിൾ ടേപ്പ് ട്യൂറിംഗ് മെഷീനും ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇനി എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ ട്രാൻസ്ഡ്യൂസർ യൂസ്ഫുൾ ആവുന്നത്? സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ, കമ്പ്യൂട്ടേഷൻസ്, നമ്പർ കമ്പ്യൂട്ടേഷൻസ്, എൻകോഡിങ് ഡീകോഡിങ്, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ടിപ്പിക്കൽ ആപ്ലിക്കേഷൻസ് ആർ കമ്പൈലർ ഡിസൈനിലെ ലെക്സിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ടെക്സ്റ്റ് പ്രോസസ്സേഴ്സിലെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്പറേഷൻസ്, സിമുലേഷൻ അൽഗോറിതംസിൽ സ്ട്രിങ് അല്ലെങ്കിൽ ന്യൂമറിക് ഔട്ട്പുട്ട്സ് കിട്ടണമെങ്കിൽ, ലാംഗ്വേജ് ട്രാൻസ്ലേഷനിൽ ഒരു ഇൻപുട്ട് സ്ട്രിങ്ങിനെ ഒരു ലാംഗ്വേജിലുള്ള വാക്കിനെ വേറൊരു ലാംഗ്വേജിലുള്ള വാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആപ്ലിക്കേഷൻ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റോബസ്റ്റ്നെസ് ഓഫ് സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീൻ. ഈ റോബസ്റ്റ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? റോബസ്റ്റ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീനിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ അൽഗോറിതംസ് മാത്രമേ അതിന്റെ വേരിയൻസിനും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒത്തിരി വേരിയേഷൻസ് ഉണ്ട് ട്യൂറിംഗ് മെഷീൻസ്. മൾട്ടി ടേപ്പ് ഉണ്ട്, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഉണ്ട്, യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഉണ്ട്, അങ്ങനെ ഒത്തിരി വേരിയൻസ് ഉണ്ട്. ഈ വേരിയൻസ് ഒക്കെ നോർമൽ സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീനിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഈ വേരിയൻസിനും ചെയ്യാൻ പറ്റുന്നു. ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് ദ ക്ലാസ് ഓഫ് ലാംഗ്വേജസ്. എന്ന് വെച്ചാൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസിന്റെ എണ്ണത്തിനെ കൂട്ടോ അതിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടോ ഒന്നും ചെയ്യുന്നില്ല. സ്പീഡ് കൂട്ടാനോ ആ സെയിം ലാംഗ്വേജസിനെ തന്നെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഓൾ ദ വേരിയൻസ് സിമുലേറ്റ് ഈച്ച് അതർ. ഓക്കെ, സെയിം കാര്യം തന്നെയാണ് പല രീതിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് വാട്ട് ഇസ് ഇംപ്ലിക്കേഷൻ? ഏത് ട്യൂറിംഗ് മെഷീൻ വേരിയന്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് കമ്പ്യൂട്ടബിലിറ്റി അല്ലെങ്കിൽ ടൈം റിക്വയർഡ് ഫോർ കമ്പ്യൂട്ടബിലിറ്റി മൈനർ ചേഞ്ചസ് മാത്രമേ വരുന്നു. Okay, next we are going to look at multi-tape Turing machine. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സിംഗിൾ ടേപ്പ് ട്യൂറിംഗ് മെഷീനെയാണ്. മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ ആണെങ്കിൽ നമ്മുടെ അസംഷൻ ഇസ് ദാറ്റ് K ടേപ്പുകളുണ്ട്. ഓക്കെ, ഓരോ ടേപ്പിനും അതിൻ്റെതായ ഹെഡ് ഉണ്ട്. അതിന് റീഡും റൈറ്റും ഒക്കെ ചെയ്യാൻ പറ്റും ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. മൂവ്മെന്റ് ഒരെണ്ണം റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരെണ്ണം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ദ ടേപ്പ് ഹെഡ്സ് ക്യാൻ move. Okay, and അതിന്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. Q into tau raised to K. കാരണം K ടേപ്പുകൾ ഉള്ളത് കൊണ്ട് tau raised to K ആൽഫബറ്റ്സിനെ നമുക്ക് ആ ടേബിൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ലെഫ്റ്റും റൈറ്റും മാത്രമല്ല ആ ഒരു പൊസിഷൻ മൂവ്മെന്റ് ഇല്ലാതെ സ്റ്റേ ചെയ്യാനും പറ്റും. അതാ K ടേപ്സേലും ലെഫ്റ്റ് റൈറ്റ്
എസ് സ്റ്റേ ആണോ എന്നുള്ളത് നമ്മൾ കാണിക്കും. സോ ചെയ്യുന്നത് എന്തുവാ, ഇറ്റ് റീഡ്സ് എ സിമ്പിൾ ഫ്രം ഓൾ ദ കെ ടേപ്സ്. എല്ലാ ടേപ്പുകളിൽ നിന്നും കറണ്ട് സിമ്പിൾ വായിച്ചിട്ട് എല്ലാ ടേപ്പുകളിലും ഒരു സിമ്പിൾ റീപ്ലേസ് ചെയ്ത് എല്ലാ ടേപ്പുകളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഹെഡ്സ് മൂവ് ചെയ്യാനായിട്ട് കഴിയും. ആ രീതിയിൽ മാനിപ്പുലേഷൻസ് ചെയ്യാനായിട്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സിംഗിൾ ടേപ്പ് ഉള്ളതിനെക്കാട്ടിലും എളുപ്പത്തിൽ ചില അൽഗോറിതംസ് അല്ലെങ്കിൽ ചില പ്രോബ്ലംസ് മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ സോൾവ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് കരുതി ദ ലാംഗ്വേജസ് ദാറ്റ് ഇറ്റ് ക്യാൻ ഐഡന്റിഫൈ വിൽ നോട്ട് ചേഞ്ച്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ടു കോപ്പി ആൻ ഇൻപുട്ട് ഫ്രം ടേപ്പ് 1 to tape 2, സെയിം ഇൻപുട്ടിനെ ടേപ്പ് 1 to tape 2 എനിക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡ് 1 സ്കാൻസ് ദ ഇൻപുട്ട് സ്ട്രിംഗ് ഓൺ ടേപ്പ് 1 ആൻഡ് ഹെഡ് 2 റൈറ്റ്സ് ദ സെയിം സിംബൽ ഓൺ ടേപ്പ് 2 ആൻഡ് ദിസ് വിൽ ബി റിപ്പീറ്റഡ് ടിൽ ദി എൻഡ് ഓഫ് ദ സ്ട്രിംഗ് ഓൺ ടേപ്പ് 1. ഓക്കെ, എന്നിട്ട് രണ്ട് ഹെഡും ഓരോ സിംബൽ എഴുതി കഴിയുമ്പോഴത്തേനും റീഡ് ചെയ്ത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹോൾഡ്സ് when the input finishes. So finally input ടേപ്പയിൽ ABC ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ടേപ്പയിലും ABC എന്ന് ഉണ്ടാവും. Okay, so we should remember that robustness of Turing machine നമ്മളെ പഠിപ്പിക്കുന്നത് മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻസിനും അൽഗോറിതത്തിനെ ഫാസ്റ്റർ ആക്കാം എന്ന് മാത്രമേ ഉള്ളൂ, ഇംപ്ലിമെന്റേഷൻ ഫാസ്റ്റർ ആക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഡസ് നോട്ട് റെക്കഗ്നൈസ് എനി ന്യൂ ലാംഗ്വേജസ്. ഓക്കെ, now theoretically every multi-tape Turing machine can be simulated by a single tape Turing machine. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ടേപ്പേ ഉള്ളുവെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഒറ്റ ടേപ്പേ തന്നെ നമ്മൾ കെ ടേപ്സിനെ എൻകോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഓരോ ടേപ്പിന്റെ ബിഗിനിങ്ങും എൻഡും കാണിക്കാൻ വേണ്ടിയിട്ട് ബിഗിനിങ്ങിന് ഒരു സ്പെഷ്യൽ സിമ്പിൾ, ഹെഡ് പൊസിഷനെ കാണിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ സിമ്പിളും കാണും. അതിൻ്റെ എൻഡ്, ആ പർട്ടിക്കുലർ ടേപ്പിന്റെ എൻഡ് കാണിക്കാനായിട്ട് ഒരു ഡീലിമിറ്ററും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ വി ഡു. ഒറ്റ ടേപ്പേ തന്നെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ടേപ്പിന്റെ ബിഗിനിങ്ങും എൻഡും കാണിക്കാനായിട്ട് സ്പെഷ്യൽ സിമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ആ ടേപ്പിന്റെ ബിഗിനിങ്ങും എൻഡും കാണിച്ചിട്ട് വി യൂസ് അതിനനുസരിച്ചുള്ള ട്രാൻസാക്ഷൻസ് ഫോർ ഈച്ച് മൾട്ടി ടേപ്പ് സ്റ്റെപ്പ്. അപ്പൊ സിംഗിൾ ടേപ്പ് പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, ഒരു ഹെഡേ ഉള്ളൂ ഒരു ടേപ്പിന്, അപ്പൊ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഒത്തിരി സ്ലോ ആകും. ഒരു മൾട്ടി ടേപ്പിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്പീഡ് ഉണ്ടാകത്തില്ല സിംഗിൾ ടേപ്പിൽ. പക്ഷേ സിംഗിൾ ടേപ്പിലും ഈ മൾട്ടി ടേപ്പിനെ സിമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് ഒരു ഡിഫറൻസും ഇല്ല. Now we are moving to non-deterministic Turing machines. അപ്പൊ ഇത് വേരിയൻസ് ആണ്. ഓക്കെ, മൾട്ടി ടേപ്പും നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനും വേരിയൻസ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീനാണ്. സോ റോബസ്റ്റ്നെസ്സിന്റെ ഉള്ളിൽ വരുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ഈ വേരിയൻസിനൊന്നും സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീനിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലാത്ത ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിലും സെയിം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റും. നോൺ ഡിറ്റർമിനിസം നമുക്ക് ഓൾറെഡി അറിയാം. ഒന്നിൽ കൂടുതൽ ട്രാൻസിഷൻസ് ഉണ്ടാവാം ഒരു സിംബലേൽ. ഓക്കെ, സോ ബാക്കിയെല്ലാം ഇസ് ദ സെയിം. The it outputs a set of possible moves. ഓരോ സിംബലേൽ a set of possible moves ആണ് ഔട്ട്പുട്ട് ചെയ്യുന്നത്. സ്ട്രിങ്ങിന്റെ ആക്സെപ്റ്റൻസിന് ഈ പല പാത്തുകളുണ്ട്. ഏതെങ്കിലും ഒരു പാത്ത് അക്സെപ്റ്റ് സ്റ്റേറ്റിലേക്ക് എത്തുന്നതാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ ഡിറ്റർമിനിസ്റ്റിക് ആണെങ്കിൽ നേരത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് പോലെ ഒരു സിംബലിൽ ഒരു ട്രാൻസിഷൻ മാത്രമായിരിക്കും ഉണ്ടാവാൻ. തിയറിറ്റിക്കലി എല്ലാ നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻസിനും ഒരു ഈക്വലന്റ് ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ ഉണ്ടാവാം. ഓക്കെ, എക്സാമ്പിൾ, ടു റെക്കഗ്നൈസ് എ ലാംഗ്വേജ് L is equal to W is an element of A, B star. W has an A followed by B. Okay, so ഇത് നമ്മൾ ട്യൂറിംഗ് മെഷീൻ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണെങ്കിൽ ഇറ്റ് ഇസ് ഗെസ്സിങ് ദ പൊസിഷൻ ഓഫ് A and B. എന്നിട്ട് ഇഫ് ആ ഗെസ് ചെയ്യുന്നത് ലീഡ്സ് ടു എ വാലിഡ് കോൺഫിഗറേഷൻ, അത് അക്സെപ്റ്റിലേക്ക് എത്തും. വാലിഡ് അല്ലാത്തൊരു കോൺഫിഗറേഷൻ ആണെന്ന് മൾട്ടിപ്പിൾ ടൈംസ് ട്രയൽ ആൻഡ് എററിലാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് അക്സെപ്റ്റ് സ്റ്റേറ്റിൽ എത്തിയില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഓക്കെ, കോൺസെപ്ച്വലി പല പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ് സിംപ്ലർ ട്രാൻസിഷൻ. എന്നാൽ റിയാലിറ്റി സിംപ്ലർ ആണോ എന്നുള്ളത്
ദറ്റ് ഇസ് എക്സിക്യൂഷനും ഇംപ്ലിമെന്റേഷനും ഒക്കെ വരുമ്പോൾ സിംപ്ലർ ആണോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ലാംഗ്വേജ് ഇസ് ബീങ് റെക്കഗ്നൈസ്ഡ്. Okay, then conversion from non-deterministic to deterministic Turing machine. Theoretically, every non-deterministic Turing machine can be simulated by a deterministic Turing machine. അതിൽ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാത്തുകളും ബ്രെഡ്ഫാസ്റ്റ് സെർച്ച് പോലത്തെ ഏതെങ്കിലും ഒരു സെർച്ച് യൂസ് ചെയ്തിട്ട് സിസ്റ്റമാറ്റിക്കലി കമ്പ്യൂട്ട് ചെയ്ത് നോക്കും. ഏത് പാത്താണോ അക്സെപ്റ്റിലേക്ക് എത്തുന്നത് ആ പാത്തിനെ മാത്രം ഈ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ സിമുലേറ്റ് ചെയ്യും. അപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള സിമ്പിൾസിൽ പല ട്രാൻസാക്ഷൻസ് ഉള്ളതിനെയൊക്കെ കുറച്ചിട്ട് അക്സെപ്റ്റ് സ്റ്റേറ്റിലേക്ക് എത്താൻ ചാൻസ് ഉള്ള പാത്ത് മാത്രം സിമുലേറ്റ് ചെയ്യും. ഇവിടെയും ഒരു ന്യൂ ലാംഗ്വേജും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ദ സിമുലേഷൻ ക്യാൻ ഓൺലി ബി ഈക്വലൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസിനെ റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഡിറ്റർമിനിസ്റ്റിക് നോർമലി എക്സ്പൊണൻഷ്യലി സ്ലോവർ ആണ്. ബിക്കോസ് അവിടെ ഗസ് ചെയ്യും പെട്ടെന്ന് എത്തും എന്നുള്ളത് ഇത് പോസിബിലിറ്റീസ് എല്ലാത്തിനെയും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലായിരിക്കണം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ ഈ സിമുലേഷൻ ആണ്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പാത്തും സിമുലേറ്റ് ചെയ്യണം. ആ സിമുലേഷൻ ആണ് സ്ലോ. അപ്പൊ ക്രിയേറ്റിംഗ് എ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീൻ മൈറ്റ് നോട്ട് ഓൾവേസ് ബി പോസിബിൾ, ബട്ട് തിയററ്റിക്കലി ഇറ്റ് ഈസ് പോസിബിൾ. Now we are moving to today's last topic, universal Turing machine. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എല്ലാ ട്യൂറിംഗ് മെഷീൻ്റെയും ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂറിംഗ് മെഷീൻ. അതിനെയാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് ട്യൂറിംഗ് മെഷീൻ ഒരു പർട്ടിക്കുലർ ഫങ്ഷന് വേണ്ടിയിട്ടായിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ലാംഗ്വേജിനെ മാത്രം, അതിൻ്റെ സ്ട്രിങ്സിനെ മാത്രം റെക്കഗ്നൈസ് ചെയ്യും. If we can build a machine, a Turing machine that can simulate any Turing machine, അപ്പോൾ ട്യൂറിംഗ് മെഷീനും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂറിംഗ് മെഷീൻ, അതിനെയാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ലൈക്ക് എ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. ഓക്കെ, ആൻഡ് ഇൻഡിവിജ്വൽ ട്യൂറിംഗ് മെഷീൻസ്, ഓരോ ഫങ്ഷൻസ് ചെയ്യുന്ന ട്യൂറിംഗ് മെഷീൻസ് ഓരോ പ്രോഗ്രാംസ് പോലെയാണ്. അപ്പോൾ ഓരോ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടും. പക്ഷെ കമ്പ്യൂട്ടർ ഇസ് ദ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. ഇനി ഡെഫിനീഷൻ നമുക്ക് നോക്കാം. A Turing machine U that takes as input the encoded version of another Turing machine M and the input string which will be given to this Turing machine M. UTM will simulate M on W on that input string and holds if M holds. അപ്പോൾ എമ്മിനെയാണ് ഞാൻ എൻകോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഫോമിൽ എഴുതിയിരിക്കുന്നത് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ വിച്ച് എൻകോഡ്സ് എം, where M is a Turing machine and ആ എമ്മിലേക്കാണ് W ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. സോ എം ഡബ്ല്യുവിൽ ഹോൾഡ് ചെയ്യുമെങ്കിൽ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനും ഹോൾഡ് ചെയ്യും. സോ ഇൻ ഇഫക്റ്റ് ഈ എൻകോഡ് ചെയ്തിരിക്കുന്ന ട്യൂറിംഗ് മെഷീൻ ഏതാണോ അതാണ് ഈ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഫംഗ്ഷൻ. അതിൻ്റെ ഫംഗ്ഷനാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ചെയ്യാൻ പോകും. സോ ഇറ്റ് ഇസ് ഇക്വലന്റ് ടു ഹാവിങ് എം ഓഫ് W. ഓക്കെ, എൻകോഡിംഗ് ഓഫ് ട്യൂറിംഗ് മെഷീൻസ് എന്തുവാ നമ്മൾ ചെയ്യുന്നത്? അസ്യൂം ദാറ്റ് ട്യൂറിംഗ് മെഷീനിൽ എല്ലാം 7 ടപ്പിൾ ആണ്. എല്ലാ 7 ടപ്പിളിനെയും എൻകോഡ് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് എം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. സോ എനി ട്യൂറിംഗ് മെഷീൻ വി ക്യാൻ റെപ്രസെന്റ് ആസ് ഇറ്റ്സ് എൻകോഡഡ് വേർഷൻ എം. എന്നിട്ട് ആ വേർഷൻ എന്തുവാ? സിമ്പിൾസ് ഓഫ് സ്റ്റേറ്റ്സ്, സിമ്പിൾസ് ഓഫ് ടേപ്പ് ആൽഫബറ്റ്, സിമ്പിൾ ഓഫ് ദ ടേപ്പ് ആൽഫബറ്റും സ്ട്രിങ്ങും സെയിം ആണ്. ട്രാൻസിഷൻ ഫങ്ഷൻസ്, സ്റ്റാർട്ട് സ്റ്റേറ്റ്, ആക്സെപ്റ്റ് സ്റ്റേറ്റ്, റിജക്ട് സ്റ്റേറ്റ്, ഇങ്ങനെയാണ് ഓരോന്നും എൻകോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനിൽ ഇങ്ങനെ എല്ലാ ട്യൂറിംഗ് മെഷീനെയും ഇങ്ങനെ എൻകോഡ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ട്രിങ്ങിനെയും എൻകോഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ദ പർപ്പസസ് ഈ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എമ്മിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇത് ഈ ടപ്പിൾ 7 ടപ്പിളിനെ വായിച്ച് അതിനെ ഡീകോഡ് ചെയ്യും. എന്നിട്ട് ആ ട്യൂറിംഗ് മെഷീൻ പിന്നെ വർക്ക് ചെയ്യുന്നത് എം ആയിട്ട്. അപ്പോൾ അതിലേക്ക് ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ ട്യൂറിംഗ് മെഷീൻ എം ആയിട്ട്. ഇനി അനദർ സിറ്റുവേഷനിൽ വേറൊരു ട്യൂറിംഗ് മെഷീൻ M2 എന്ന് പറയുന്ന ഒരു ട്യൂറിംഗ് മെഷീൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻകോഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അന്നേരം ആ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ M2 എങ്ങനെയാണോ ഫംഗ്ഷൻ ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കും ഫംഗ്ഷൻ.
So I hope you have understood. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനിലേക്ക് ഒരു പർട്ടിക്കുലർ ട്യൂറിംഗ് മെഷീനെ എൻകോഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനാവശ്യമായ ഇൻപുട്ടും കൊടുത്തു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ പിന്നെ ഫങ്ഷൻ ചെയ്യുന്നത് എം ട്യൂറിംഗ് മെഷീൻ ഫങ്ഷൻ ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, സോ ഹൗ ഡസ് ഇറ്റ് വർക്ക്? റീഡ് ദ ഇൻപുട്ട്. അപ്പൊ ഈ ഇൻപുട്ടിലാണ് നമ്മൾ ട്യൂറിംഗ് മെഷീൻ എൻകോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ 7 ടപ്പിൾ എൻകോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു, ഇൻപുട്ടും കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈ എമ്മിനെ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ട്രാൻസിഷൻ ഫങ്ഷൻസിനനുസരിച്ചുള്ള ട്യൂറിംഗ് മെഷീൻ സ്റ്റേറ്റ് ഡയഗ്രാം ട്രാൻസിഷൻ ഇനീഷ്യലൈസ് ചെയ്യാം. അതിനുശേഷം എല്ലാ സ്റ്റെപ്സും ജസ്റ്റ് ലൈക്ക് എ നോർമൽ ട്യൂറിംഗ് മെഷീനാണ്. ഡബ്ല്യു എടുത്തിട്ട് എം എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് ആ രീതിയിൽ സ്റ്റേറ്റ്സ് ട്രാക്ക് ചെയ്ത്, ടേപ്പ് സിമ്പിൾസ് ട്രാക്ക് ചെയ്ത്, ഹെഡ് ആവശ്യമുള്ള അനുസരിച്ച് മൂവ് ചെയ്ത്, എം എവിടെയാണോ ഹോൾട്ട് ചെയ്യുന്നത് ഡബ്ല്യുഎൽ അവിടെ തന്നെ ഈ ട്യൂറിംഗ് മെഷീനും ഹോൾട്ട് ചെയ്യും ആ ഡബ്ല്യുഎൽ. Okay, so the universal Turing machine simply simulates any other computable function of implemented as a Turing machine. Okay, now example, simulate Tm where m increments a unary number by 1. Unary number എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 1 അതിൻ്റെ അകത്ത് 1 എന്ന് പറയുന്നത് ആ യൂണറി നമ്പർ ആയതുകൊണ്ട് 2 ആണ്. 111 എന്ന് പറയുന്നത് 3 ആണ്. ബിക്കോസ് ദാറ്റ്സ് ഓൺലി 1 നമ്പർ. ഓരോ പ്രാവശ്യം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവുക ചെയ്യും. സോ ഇൻപുട്ട് ടി എമ്മിനെ എൻകോഡ് ചെയ്ത് കൊടുക്കുന്നു ആസ് യുനോ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് ഇതിൻ്റെ അകത്ത് എം, സ്ട്രിങ് 111 ദാറ്റ്സ് 3, യൂണറി നമ്പർ 3 എന്ന് കൊടുക്കുന്നു. ഇതിൽ ചെയ്യേണ്ടത് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്, ദിസ് ഇസ് നൗ വർക്കിംഗ് ആസ് എ ട്രാൻസ്ഡ്യൂസർ, ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത് 4. 3ന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്ത് 4 കിട്ടണം. അപ്പം ഇത് യൂണറി ആയതുകൊണ്ട് ഔട്ട്പുട്ടിൽ എന്തായിരിക്കും 111. ഓക്കെ, സോ ഇറ്റ് ജസ്റ്റ് വർക്ക്സ് ആസ് ദ നോർമൽ ട്യൂറിംഗ് മെഷീൻ ദാറ്റ് വിൽ ഇൻക്രിമെന്റ് ദ യൂണറി നമ്പർ 1 by 1. Importance of യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. ഈ 3 കാര്യങ്ങളാണ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കോൺസെപ്റ്റിലേക്ക് ഇപ്പൊ നമ്മൾ എത്തുകയാണ്. ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടബിലിറ്റി. എനി അൽഗോറിതം ക്യാൻ ബി റെപ്രസെന്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. സെർച്ച് ട്യൂറിംഗ് തീസിസ്. Anything computable by an algorithm can be computed by a Turing machine and thus by a universal Turing machine. Same കാര്യമാണ്. എനിത്തിങ് ദാറ്റ് ഇസ് എനി അൽഗോറിതം ക്യാൻ ബി റെപ്രസെന്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് എന്ന് പറയുന്നതിന്റെ വേറെ രീതിയിലാണ്. കമ്പ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അത് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീനിട്ട് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, റിയൽ വേൾഡ് അനലോഗി എന്ന് പറയുന്നത് ദിസ് യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഇസ് ദ കോൺസെപ്റ്റുവൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് അവർ മോഡേൺ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ആപ്ലിക്കേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ ഓഫ് ഇന്റർപ്രറ്റേഴ്സ് ആൻഡ് കമ്പൈലേഴ്സ്, തിയറി ഓഫ് computable functions, understanding algorithm universality, basis for modern computer architecture. ഇവിടൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ കോൺസെപ്റ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ട്. ആൻഡ് വിത്ത് ദിസ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. നാളെ വി വിൽ ബി ലുക്കിംഗ് അറ്റ് in the next class we will be looking at the next topic.